പാമ്പുകടിയേറ്റുള്ള മരണം ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് വനം വകുപ്പിന്റെ പ്രത്യേക ശുപാർശ പരിഗണിച്ച് പാമ്പുകടിയേറ്റുള്ള മരണം 2011 മുതൽ 2025 വരെ നോക്കിയാൽ ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ നടപടി. പാമ്പുകടിയേറ്റ് മരിച്ചത് ഈ കാലയളവിൽ 1149 പേരാണ്. പുതിയ തീരുമാനത്തോടെ മരിക്കുന്നവരുടെ കുടുംബത്തിന് കൂടുതൽ നഷ്ടപരിഹാര തുക ലഭിക്കും. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വർഷത്തിൽ തന്നെ നോക്കിയാൽ പലയിടങ്ങളിൽ നിന്നും ഈ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം അതിൽ വർധനയുണ്ടായി എന്നുള്ളത് ഈ വലിയ കണക്കുകളിലേക്കൊന്നും പോകണ്ട, സാധാരണ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദുരന്ത നിവാരണ ആ രീതിയിലുള്ള ആശ്വാസം, സമാശ്വാസമൊക്കെ അവർക്ക് കിട്ടും, കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എന്തെല്ലാമാണ് അവർക്ക് ലഭിക്കുക? കൂടുതൽ വിവരങ്ങൾ എന്താണ്? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക ശുപാർശ അനുസരിച്ചാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ ഈ ഉൾപ്പെടുത്തിക്കൊണ്ട് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ നിലവിൽ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾക്ക് 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെങ്കിൽ ഇനി മുതൽ അത് 4 ലക്ഷം രൂപയായിരിക്കും നഷ്ടപരിഹാരം ലഭിക്കുക. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാര തുക ഉയർത്തുന്നതിന്റെ കൂടി ഭാഗമായാണ് ഇതിനെ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. ഈ 2011 മുതൽ 2025 ജനുവരി വരെ 1149 പേരാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിന് വലിയ തോതിൽ തുക ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇത്തരത്തിലൊരു സർക്കാർ തീരുമാനത്തിന്റെ ത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഈ വനത്തിനുള്ളിൽ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്ന ആളുകൾക്ക് നേരത്തെ 10 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ 10 ലക്ഷം എന്ന നഷ്ടപരിഹാര തുക ഇതേപോലെ തന്നെ തുടരും. എന്നാൽ പുതിയ തീരുമാനം ബാധകമാവുക വനത്തിന് പുറത്തുള്ള പാമ്പുകടിക്കാണ്. ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ നടക്കുന്നത് വനത്തിന് പുറത്താണ്, ജനവാസ മേഖലയിൽ. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ധനസഹായം ആളുകൾക്ക് ലഭിക്കാൻ ഇത് സഹായകരമാകും. ഒപ്പം തന്നെ ഈ തേനീച്ച ആക്രമണം ഉൾപ്പെടെയുള്ള മരണങ്ങൾ ഇതേ പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവുക. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന പാമ്പുകടിയേറ്റുള്ള അത്തരം മരണങ്ങൾക്ക് ഇനി ഉയർന്ന നഷ്ടപരിഹാരം ലഭിക്കും. ഇതിന് ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണങ്ങളൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ നാട്ടിൽ ജനവാസ മേഖലയിലുള്ള പല ജീവികളുടെ ആക്രമണവും ഇത്തരത്തിൽ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത്തരം മരണങ്ങൾക്ക് കുടുംബങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ഒരു പരിധി വരെയെങ്കിലും ഒരു ആശ്വാസം നൽകാൻ സർക്കാരിന് സാധിക്കും. എന്തായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ വലിയ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാമ്പുകടി ഏൽക്കുന്നവർക്ക്, പാമ്പടിയേറ്റ് മരിക്കുന്നവരുടെ കുടുംബത്തിന് ആശ്വാസകരമായ വാർത്തയാണ്. അത് ആശ്വാസം എന്നല്ല, പാമ്പടിയേറ്റ് മരിക്കുന്നതൊരിക്കലും നല്ലതാണെന്നല്ല. പക്ഷെ ആള് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ നാഥൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ചുമതലയുള്ള ഒരാളാണ് പോകുന്നതിൽ ആ കുടുംബം അനാഥമായി പോവും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കും. മറ്റ് പല പ്രശ്നങ്ങളും പോലെ തന്നെ ഇതും അത്രയും ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു നിയമം വരുന്നു, അതിലേക്ക് ചേർക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ പാമ്പുകടി അത് പലയിടങ്ങളിലും ഇങ്ങനെ വിഷം ഉള്ള പാമ്പുകൾ അത് ഉണ്ടാകുമ്പോൾ അതിന് പ്രതിരോധ നടപടികളും എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്, അല്ലേ?